10th ക്ലാസ് കഴിഞ്ഞാൽ 11th 12th പഠിക്കാൻ ഞാൻ ഏത് ബോർഡ് ചൂസ് ചെയ്യണം? സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കണോ, CBSE പഠിക്കണോ, ISE പഠിക്കണോ, IGCSE പഠിക്കണോ, ഇനി ഏത് കരിക്കുലം എടുത്ത് പഠിക്കണമെന്നതിനെക്കുറിച്ച് പേരൻസിന് ഒരു കൺഫ്യൂഷൻ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, 10th ക്ലാസ്സിന് ശേഷം 11th 12th പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലാണോ അതോ ഞാൻ വിദേശ രാജ്യത്താണോ 11th 12th പഠിക്കാൻ പോകുന്നത്? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യം ഏത് ബോർഡ് പഠിക്കണമെന്ന് തീരുമാനിക്കാൻ. ഇനി ഞാൻ കേരളത്തിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നുകിൽ CBSE പഠിക്കാം, അല്ലെങ്കിൽ ISE പഠിക്കാം. അതാത് സ്റ്റേറ്റിന്റെ ബോർഡ് നമുക്ക് പഠിക്കാം. ഇത് 3 ബോർഡിൽ ഏത് ബോർഡ് പഠിച്ചാലും CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ISE ആണെങ്കിലും ഒക്കെ നമുക്ക് ശരിക്കും ഒരു നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകളുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് +2 ശേഷം മികച്ച ക്യാമ്പസുകൾ, കോഴ്സുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഒരു ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിലും നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് വേണ്ടത്. CUET എക്സാമിനേഷൻ എഴുതണം. ടീച്ചിങ് മേഖലയിലേക്കുള്ള ഇന്റഗ്രേറ്റഡ് B.Ed കോഴ്സുകൾക്കും നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷനിലേക്കാണെങ്കിൽ നമുക്ക് നീറ്റ് എക്സാമിനേഷൻ എഴുതാം. എഞ്ചിനീയറിംഗ് മേഖലയിലേക്കാണെങ്കിൽ JEE എക്സാമിനേഷനോ, കുസാറ്റോ, കീം എക്സാമിനേഷനോ, ഇങ്ങനെ ഒരു +2 ശേഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് ധാരാളം എൻട്രൻസ് പരീക്ഷകളാണ്. ഈ എൻട്രൻസ് പരീക്ഷകൾക്കെല്ലാം നാം പഠിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിന്റെ സിലബസ് ആണ്. ഒരു പരിധിവരെ CBSEയും ISEയും സ്റ്റേറ്റ് ബോർഡും ഒക്കെ ഫോളോ ചെയ്യുന്നത് ഈ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്, കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. 10th സ്റ്റാൻഡേർഡിന് ശേഷം നമുക്ക് CBSEയോ സ്റ്റേറ്റോ ISEയോ ഏത് പഠിക്കുന്നെങ്കിലും NCERT ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആൽഫ അക്കാഡമിയുടെ ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഉണ്ട്. നമ്മുടെ സ്കൂള് സ്റ്റേറ്റ് ബോർഡാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റ് ബോർഡാണ് പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്നതെങ്കിലും ആ 2 വർഷം നമ്മൾ പഠിപ്പിക്കുന്നത് NCERT ഓറിയന്റഡ് ആയിട്ടാണ്. 10th ക്ലാസ്സിൽ CBSEയോ ISEയോ സ്റ്റേറ്റ് ബോർഡോ ഏത് പഠിച്ചു വരുന്ന കുട്ടികളും 11th 12th ടീച്ചേഴ്സിനോടൊപ്പം താമസിച്ച് NCERT ഓറിയന്റഡ് ആയിട്ട് നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിനോടൊപ്പം നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകൾക്കും നല്ല റാങ്കോടുകൂടി ഫസ്റ്റ് ചാൻസിൽ തന്നെ മികച്ച ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിനേഷന്റെ ഫസ്റ്റ് റാങ്ക് സ്കോർ ചെയ്തതും സ്റ്റേറ്റ് ബോർഡ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അതെങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്? NCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് 11th 12th പഠിക്കുക. അപ്പൊ അതുകൊണ്ട് ബോർഡല്ല പ്രാധാന്യം, NCERT എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ സിലബസ് ആണ് പ്രാധാന്യം 11th 12th കരിക്കുലത്തിൽ. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.